മുളകുകുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ. ഇങ്ങനെ കേട്ടാൽ മലയാളികളൊന്ന് ആലോചിക്കും. 6ഓളം വിവിധ ഭാഷകളിൽ നായകനായിട്ട് അഭിനയിച്ച ലോകത്തെ ഏക നടൻ, 400ഓളം സിനിമകൾ, 3 നാഷണൽ അവാർഡുകൾ, 11ഓളം സ്റ്റേറ്റ് അവാർഡുകൾ, 11ഓളം ഫിലിം ക്രിട്ടിക് അവാർഡുകൾ, 15ഓളം ഫിലിം ഫെയർ അവാർഡുകൾ. ഇവ കൂടാതെ 1998 സിനിമയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. CNN ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത മലയാളത്തിലെ ഏക നടൻ മമ്മൂട്ടി. It is as simple as that. உங்களுக்கு இப்ப என்ன வேணும்? நாங்க என்ன செய்யணும்? எல்லாத்தையும் நடத்தணும். முடியாது. The moment it is you forget who the biggest giants of actors in the scene you forget. And that man's presence towers everything else in the scene. 1971 ഇറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകളിലൂടെയാണ് മമ്മൂട്ടി സിനിമാ രംഗത്തേക്ക് വന്നത്. MTയുടെ രചനയിൽ 1979 വന്ന ദേവലോകം എന്ന ചിത്രം, ആ ചിത്രം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. അതായിരുന്നു മമ്മൂട്ടിയുടെ ആദ്യ നായകവേഷം. 81-82 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ആ രാത്രി, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്നീ ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സൂപ്പർ ഹിറ്റുകൾ. പിന്നീട് തുടർ പരാജയങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നു. എന്നാൽ ഇടയ്ക്കിടെ ആവനാഴി, അതിരാത്രം തുടങ്ങിയ വലിയ വിജയങ്ങളും അദ്ദേഹത്തിൻ്റെതായി വന്നെങ്കിലും ഒരു കരിയർ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു പടുകുഴിയിലേക്ക് വീഴാൻ പോയ അദ്ദേഹത്തിൻ്റെ കരിയറിന് ഒരു സ്റ്റെബിലിറ്റി കൊടുത്തത് 1987 ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹിയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന പല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച ചിത്രം പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. സീസണിനുള്ളത് സീസൺ തന്നെ, അത് വരും. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി കഴിവറ മോനെ. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും വായിക്കുന്നതും ഞാനാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ തുടർച്ചയായ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെ മലയാള സിനിമയിലെ മുൻനിര താരമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, പാലേരി മാണിക്യം, കാഴ്ച, പൊന്തന്മാട, വിധേയൻ, തനിയാവർത്തനം തുടങ്ങിയ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത അതേ മമ്മൂട്ടി തന്നെയാണ് ഹിറ്റ്ലർ, വല്യേട്ടൻ, രാജമാണിക്യം, അണ്ണൻ തമ്പി പോലുള്ള വലിയ വലിയ കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തു എന്നുള്ളതും അത്ഭുതം തന്നെ. തൻ്റെ അഭിനയത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വെർസലാറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവിൻ്റെ ഉദാഹരണമാണ്. ഇന്ത്യൻ സിനിമയിൽ ഒരു സൂപ്പർ താരത്തിനും അവകാശപ്പെടാനില്ലാത്ത സിനിമ വെർസലാറ്റി അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം അവസാനം ഇറങ്ങിയ ഒരു 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കിയാൽ തന്നെ അതിനുദാഹരണം. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ടർബോ എന്നീ കൊമേഴ്സ്യൽ സിനിമകൾ ചെയ്ത അതേ നടൻ്റെ ഫിലിമോഗ്രഫിയിലെ തൊട്ടടുത്ത വർഷങ്ങളിലും അതേ വർഷങ്ങളിലും വന്ന സിനിമകളാണ് ഭ്രമയുഗം, നൻപകൽ നേരത്ത് മയക്കം, പുഴു പോലുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ ആ നടൻ്റെ സിനിമാ ക്വാളിറ്റി, സിനിമാ തെരഞ്ഞെടുപ്പിലെ ക്വാളിറ്റി പറയാതെ തന്നെ വയ്യ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഒരു ലാംഗ്വേജിൽ ഒരു നടനുമില്ലാത്ത ഒരു സിനിമ വെർസലാറ്റി അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിലുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു, ഹീ ഈസ് ദ വൺ, ദ മെഗാ വൺ.